നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കോട്ടയം നഗരത്തിൽ ഓട്ടോ തൊഴിലാളികൾ തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ, പെർമിഷൻ ഇല്ലാതെ ഓട്ടോകൾ നമ്മുടെ കോട്ടയം നഗരത്തിൽ ഓടുകയും അതിനെ തൊല്ലിയുള്ള അല്ലെങ്കിൽ അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു കയ്യാങ്കളിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇതിലിപ്പോൾ രണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ഇപ്പോൾ പരിക്കേൽക്കുകയും അവരെ കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പെർമിഷൻ ഇല്ലാതെ ഓട്ടോകൾ ഓടുന്നു എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. അതിനെ തുടർന്നാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി ഓട്ടോ തൊഴിലാളികൾ നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട്. ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു പ്രവർത്തകൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടം പോയിട്ട് തിരിച്ച് പഴയ സ്റ്റാൻഡിൽ പോയിട്ട് റിട്ടേൺ കറങ്ങി വരുമായിരുന്നു. അപ്പം ബിഗ് ബസാറിന് അവിടുന്ന് ഒരു യാത്രക്കാർ കൈ കാണിച്ചു, രണ്ട് ലേഡീസാണ്. അപ്പം കൈ കാണിച്ചപ്പം പുള്ളി അവിടെ നിർത്തി അവരെ രണ്ടുപേരെ വണ്ടിക്കകത്ത് കയറ്റി. അപ്പം അനധികൃതമായി അവിടെ സ്റ്റാൻഡ് പിടിച്ചേക്കുന്ന ടൗൺ പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ, അപ്പോൾ INTCയുടെ നേതൃത്വത്തിൽ അവിടെ കുടിമരം ഇട്ടുകൊണ്ട് അനധികൃതമായി ഓടുന്ന വണ്ടികൾ, പിന്നെ ടോണി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പുറത്ത് അവർ ഓടുന്നത്. അപ്പം ആ പുറത്ത് ഇവർ വന്ന് ഞങ്ങളുടെ പ്രവർത്തകൻ്റെ വണ്ടി തടഞ്ഞിട്ട് അവർ ആ വണ്ടിക്കകത്തുനിന്ന് അവരെ ഇറക്കി വിട്ട് ഇവിടെ ഓടാൻ പറ്റത്തില്ലെന്നുള്ള ഇത് പറഞ്ഞ്. അപ്പം നിലവിൽ ഞങ്ങൾ ഇതിന് മുന്നേ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിതിന് കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. അവിടെ അനധികൃതമായിട്ട് ജോയിൻ്റ് ആർടിഐക്കും കൊടുത്തായിരുന്നു. അവിടെ ഇത് പഞ്ചായത്ത് വണ്ടികൾ, ടൗൺ പെർമിറ്റ് ഇല്ലാത്ത വണ്ടികൾ അവിടെ ഓടുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇന്നലെ ഞങ്ങളുടെ പ്രവർത്തകർ തെരുവിളിക്കുകയും അനാവശ്യം പറയുകയും അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ ഓടുന്ന പുള്ളിയുടെ കുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ ഇതിൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ വെസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നലെ വൈകിട്ട് പുള്ളിനെ മർദ്ദിച്ചത്. ഈ പുള്ളിയാണ് രണ്ട് ലേഡീസിനെ ഓട്ടം കയറ്റിയപ്പം പുള്ളിനെ മർദ്ദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഇന്നും രാവിലെ വെസ്റ്റ് സ്റ്റേഷനിൽ രാവിലെ ചെന്നപ്പം INTCക്കാർ അവർ ആരും അവിടെ വന്നില്ല. ഞങ്ങൾ അതിനപ്പുറം ഇങ്ങനെ വന്ന് തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടി തടഞ്ഞാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഇപ്പോഴും ഞങ്ങളുടെ വണ്ടി അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾ മർദ്ദിക്കുകയും എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അവർ ഒരു കൊടി, INTCയുടെ കൊടി, സാധാരണ കൊടിയുടെ ഒരു കമ്പെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതായിട്ടാണ് അവർ ഈ മുളയുടെ ചൂരൽവടി പോലെയുള്ള ഇവിടുത്തെ INTCയുടെ കൊടിമരം കെട്ടിക്കൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം അവർ മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഞങ്ങളിപ്പോഴും ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തു. ഇപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ഞങ്ങൾ പറഞ്ഞു. അവിടെ ഇപ്പം പാസ്പോർട്ട് ഓഫീസ്, അതുപോലെ ബേക്കറി നാഷണലിലെ ആ റീജൻറ്റ് പ്ലാസയുടെ ഓപ്പോസിറ്റ് ഒരു ഇടവഴിയുണ്ട് അവിടെ, പിന്നെ വൈസ്കര കുന്നേലെ റെയിൽവേയുടെ ഫ്രണ്ടിലെ ഇവിടെയെല്ലാം ടൗൺ KM ഇല്ലാത്ത വണ്ടികൾ അനധികൃതമായി കിടന്ന് ഓടുകയാണ്. അപ്പോൾ ഞങ്ങളിത് ജോയിൻ്റ് RTOയ്ക്കൊക്കെ പലതവണ ഞങ്ങളിതിൻ്റെ ഇത് കൊടുത്താണ്. ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് ഇതിനൊരു എന്തൊരു നടപടി അടുത്ത ഇനി എന്തായിരിക്കും സ്വീകരിക്കാനായിട്ട് പോകുന്നത്? അതിന് ഞങ്ങളിപ്പം ഞങ്ങൾ KSRTC ഓടുന്നത് CATയും BMSും ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് യൂണിയനിൻ്റെ നേതാക്കന്മാരോടും അവരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം അവർ കണ്ട് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്നാണ് ഞങ്ങളിപ്പം ഓർക്കുന്നത്. അപ്പം പോലീസിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. പോലീസിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ഇന്നലെ വൈകിട്ടും കൊടുത്തു. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു 9:30 മുതൽ ഒരു 11 മണി വരെ വെസ്റ്റ് സ്റ്റേഷൻ്റെ വാതിൽക്കൽ നിൽക്കുമായിരുന്നു. അവർ ഇതിന് ഞങ്ങൾ അവർ വരുമ്പോൾ അറിയിക്കുക എന്ന് പറയുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇന്നും അവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴും അവരതൊന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും ഈ പഞ്ചായത്ത് വണ്ടികൾ മൊത്തം അനുപമ തിയേറ്റർ വാതിൽക്കൽ കിടന്ന് ഓടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഹരി എന്ന് പറയുന്നത് അവൻ്റെ നടുവിന് ചവിട്ടി കമ്പനി അടിച്ച് ഇതായിട്ട് അവന് അടിച്ച് താഴെ ഇട്ടിട്ട് പുള്ളി അവിടെ കിടക്കുവാണ്. അപ്പം നടുവ് അനക്കാൻ മേലെ ചവിട്ടി ഒരു പരുവാക്കി ആ ചൂരൽവാടി കൊണ്ട് തല്ലുമൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ അലി അവൻ്റെ കൈക്കുമെല്ലാം ഭയങ്കര പരുക്കാണ്. അപ്പം ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് നമ്മളെ പെർമിഷൻ ഇല്ലാത്ത ടൗൺ വണ്ടികൾക്ക് KM ഉള്ള വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ ടൗണിൽ ഓടാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള പഞ്ചായത്ത് വണ്ടികളൊന്നും ടൗണിൽ ഓടാൻ പറ്റത്തില്ല. ടൗണിൽ ഓടാൻ വെച്ചാൽ പഞ്ചായത്ത് വണ്ടികൾ ചില സ്ഥലങ്ങളിലൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. അവരുടെ വീടുകളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർക്കൊക്കെ നിലവിൽ നേരത്തെ വണ്ടികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ വണ്ടികൾ വിറ്റിട്ട് KM ഉള്ള വണ്ടികൾ അവർ മറ്റുള്ളവർക്ക് വിലയ്ക്ക് കൊടുത്തിട്ടാണ് അവർ പിന്നെ ഈ പഞ്ചായത്ത് വണ്ടിയായിട്ട് മിക്ക വണ്ടികൾ ഓടുന്നത്. മിക്ക ആളുകൾക്കും ടൗൺ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഓടുന്ന പഴയ KM ഉള്ള വണ്ടികൾ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് അവരിവിടെ കിടന്ന് ഓടുന്നത് കാരണം നമ്മൾ സാധാരണക്കാരെ ഓട്ടോക്കാർക്കല്ലേ ഇത് കൂടുതൽ തീർച്ചയായിട്ടും. കാര്യം കഴിഞ്ഞാൽ നമ്മുടെ KSRTCയുടെ ആ മേഖലയിൽ നിന്ന് ലക്ഷ്മി തുണിക്കട, ലക്ഷ്മി സിൽക്ക് ആ സൈഡിലെല്ലാം വരുന്ന പഞ്ചായത്ത് വണ്ടിക്കാർ വന്നും ഓട്ടോ എടുത്തുകൊണ്ട് പോകും. ഈ ഒരു വർഷം മുന്നേ നമ്മുടെ ഈ അനുപമയുടെ വാതിൽ കിടന്ന ഒരാൾ ഒരു യാത്രക്കാരനായിട്ട് പോയിട്ട് അവൻ്റെ പേഴ്സ് പിടിച്ച് വാങ്ങിച്ച് പറിക്കുകയും അതാണ്ട് 13,000 രൂപയും അവൻ്റെ മാല പറിച്ച് പിടിക്കുകയൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കേസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് വെസ്റ്റ് സ്റ്റേഷനിലുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആളെ പിടിച്ചോ ഇല്ലയോ നമുക്കറിയാൻ മേല. അപ്പോൾ അത് പഞ്ചായത്ത് വണ്ടിക്കാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് വണ്ടിക്കാർ മുകളിൽ നിന്ന് വന്ന്
ഓട്ടം പിടിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് പോവുക. പോയി കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ യാത്രക്കാർ പറയുന്നത് ആ KSRTC സ്റ്റാൻഡിലെ വണ്ടിയാണ്. അപ്പം യാത്രക്കാർക്ക് അറിയാൻ മേല ടൗണിലെ KM ഉള്ള വണ്ടി സ്റ്റാൻഡ് വണ്ടിയാണോ അതാണോ എന്നൊന്നും യാത്രക്കാർക്ക് അറിയാൻ പറ്റില്ല. അവർ മെകളിൽ വന്ന് ഓട്ടം പിടിക്കുക, അവർ പോവുക. അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ഞങ്ങളുടെ ഇതിലാണ് വരുന്നത്, KSRTC എന്നുള്ള ഇതാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വെസ്റ്റിലെ CI പ്രശാന്ത് സാറ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഓടുന്ന എല്ലാവരും 8 പോസ്റ്റ് ഞങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി ഒപ്പിട്ടിട്ടാണ് നമ്മൾ അവിടെ ഓടുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും പാലിക്കുന്നുണ്ട്. അവിടെ അതാത് ഓടുന്ന രാത്രി വൈകിട്ട് ഓടുന്നവർ അവിടെ എഴുതി ഒപ്പിട്ടിട്ടാണ് ഓടുന്നത്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ ഒരു 10-60 വണ്ടി രാവും പകലുമായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഈ വണ്ടി പാർക്ക് ചെയ്യുക, ഞങ്ങൾ സ്റ്റാൻഡ് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടി ഇടാൻ ഇടയില്ലാതെ വരുമ്പോൾ ഞങ്ങൾ ചിലപ്പം പെട്ട PW വരെ ഞങ്ങൾ വണ്ടി ഇടുന്നുണ്ട്. പെട്ട ചേർത്ത് ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ അതിലെ വരുമ്പം ചിലപ്പം പോലീസുകാർ വരുമ്പം ബ്ലോക്ക് ചെയ്തിട്ടേക്കെന്ന് പറഞ്ഞു ഞങ്ങളെയും പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞങ്ങൾക്ക് എന്നാ ഞങ്ങളുടെ ഇടുന്നിടത്തെല്ലാം ഈ നോ പാർക്കിംഗ് അവിടെ കൊണ്ട് മറ്റുള്ള വണ്ടികളെല്ലാം കൊണ്ട് സ്റ്റാൻഡിൽ കൊണ്ട് പാർക്ക് ചെയ്യും. നൈറ്റ് ഓടുമ്പോൾ ഞങ്ങൾ കുറച്ച് വണ്ടിക്കാരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അന്ന് രാവിലെ വരുമ്പോൾ അവിടെ എല്ലാം വണ്ടിയായിരിക്കും. ഞങ്ങൾക്ക് ഇടാനൊന്നും യാതൊരുവിധ ഇടയുമില്ല. നിയമ നടപടിയുമായി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് നിയമ നടപടിയായിട്ട് ഞങ്ങൾ CITയും BMS ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള നടപടികളാണ് ഇന്നിപ്പം ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാവുന്ന പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്പോൾ അവര് ടോണി എന്ന് പറയുന്ന പുള്ളി ഞങ്ങളെ വെല്ലുവിളിക്കുകയും ഞങ്ങളെ നീ ഇന്ന് ഓടിപ്പിക്കത്തില്ല, ഞങ്ങൾ നിന്റെയൊക്കെ സ്റ്റാൻഡിൽ കൊണ്ട് ഞങ്ങൾ വണ്ടി ഇട്ട് ഓടും, ആ രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞത്. നിന്റെയൊക്കെ സ്റ്റാൻഡിൽ കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് വണ്ടി ഇട്ട് ഓടും, നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാവുണ്ടോ ചെയ്തോ, ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളുടെ രീതിയിൽ വധഭീഷണിയാണ് മുടക്കിയത്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഇനി ഞങ്ങളെ ആക്രമിക്കുന്നുള്ള പേര് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കൂടുതലും നൈറ്റ് ഓടുന്ന ഒരു ഓട്ടം പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങളെ തല്ലിയാലും ഇല്ല, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇവർ NTCക്കാർ പറയുന്നത് അവർ പഞ്ചായത്ത് വണ്ടിയാണ്, അവർ പഞ്ചായത്ത് വണ്ടി രൂപീകരിച്ചുകൊണ്ടാണ് എല്ലായിടത്തും NTCയുടെ കൊടിയിട്ടേക്കുന്നത്. ഈ നമ്മുടെ നഗരസഭയിൽ നിന്ന് വന്നിട്ട് പണ്ട് ഈ ടൗണിൽ എല്ലാ സ്റ്റാൻഡുകളിലെയും CITന്റെയും BMSന്റെ എല്ലാത്തിൻ്റെയും കൊടിമരം ഇടാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് എടുത്തു മാറ്റിയതാണ്. അപ്പം അതിനപ്പുറം ഇവരിപ്പോൾ അത് ചെയ്യുന്നത് NTCയുടെ കൊടിമരം ഇട്ടുകൊണ്ട് പഞ്ചായത്ത് വണ്ടി രൂപീകരിച്ച് എല്ലായിടത്തും ഓട്ടോ ഓടിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നത്. പഞ്ചായത്ത് വണ്ടി പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നിങ്ങൾ പോയി നോക്കണം. അവിടെ പഞ്ചായത്ത് വണ്ടികൾ നേരിട്ട് ടേണ് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് കാണാം. അവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതാണ്. അപ്പം നമ്മളിതിപ്പോൾ നോക്കുന്ന ഇനിയിപ്പം പോലീസുകാർ RTO അവരെന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇതിന് ശാശ്വത പരിഹാരം ചെയ്യുമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി പോലീസോ നമ്മുടെ അധികാരികളോ ഇടപെടണം എന്നാണ് ഈ ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത്. കാരണം അവരുടെ ജീവന് ഉൾപ്പെടെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും അവർക്ക് വെളിയിലിറങ്ങി പോവുകയും രാത്രികാലങ്ങളിൽ ഓട്ടോ ഒക്കെ ഓടുന്ന തൊഴിലാളികളാണ്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇത് നിരന്തരമായി ഉണ്ടാകുന്നു എന്നാണ് ഇവരുടെ ഒരു പക്ഷം പറയുന്നത്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഒരു നടപടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളും ആശിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.